ചേട്ടാ ഞാൻ അറിയില്ലല്ലോ ചേട്ടാ. രണ്ട് ദിവസം ഞാൻ എന്തായാലും തരും. ഉറപ്പ് ഉറപ്പ് ചേട്ടാ. ഓ ആശം പിടിച്ചവനെ കൊട്ടിയോ എന്ന് മുതൽ കൊട്ടിയോ അന്ന് തുടങ്ങി ഈ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് നടക്കാനും ഈ കള്ളത്തരം കേൾക്കാനും. ഞാൻ മടുത്തെന്റെ ജീവിതം. എന്റെ ദൈവമേ, ഇനി ആ നേരുടെ പൈസ ഞാനിനി എവിടുന്ന് ഒപ്പിച്ചു കൊടുക്കും? എന്നെ എറിഞ്ഞു വിളിക്കുന്നേ നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ? നിങ്ങൾ ആ ദിവാകരൻ ചേട്ടൻ്റെ പൈസ വാങ്ങിച്ചാ എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയത് നിങ്ങൾക്ക് നാണില്ല? എന്റെ കാല് മുറിഞ്ഞെന്ന് പറഞ്ഞോണ്ട് അയാളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ എപ്പൊ കൊടുക്കും? കൊടുക്കണമെങ്കിൽ ആദ്യം പണിക്ക് പോകണം. നിങ്ങൾ പണിക്ക് പോകണമെന്നുണ്ടാ? എത്ര ദിവസമായി നിങ്ങൾ പണിക്ക് പോയിട്ട്? പണിക്ക് പോകുന്നുണ്ടാ? വെറുതെ നാണം കെടുത്താനായിട്ട്. എന്റെ ദൈവമേ, ഇപ്പൊ എല്ലാരും വിളിക്കുന്ന എന്നെയാ. എന്റെ നമ്പർ എങ്ങനെയാ കിട്ടിയേ? ഇപ്പൊ എല്ലാരും നിങ്ങൾ പൈസ കടം വാങ്ങും, എന്നോട് ചോദിക്കുക, വിളിച്ച് ചോദിക്കുക. ഞാനിപ്പോ എവിടെ ഒപ്പിച്ചു കൊടുക്കാനാ? നാണം വേണം. നിങ്ങൾ ഇത്രയും വലിയൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. പണിക്കുവാണോ നിങ്ങള്? നാണില്ലാത്തൊരു മനുഷ്യൻ. എന്റെ ദൈവമേ, ഇങ്ങനെ കെട്ടി അന്ന് തുടങ്ങി ഇത്രയും ഒരു പണിക്ക് പോകാൻ കൊള്ളൂല്ലാത്തതിന് മുഴു കള്ളനാണ്. ഞാൻ അറിഞ്ഞോ? ആ പൊക്കോ, ഒരു കൂസലും ഇല്ലാണ്ട് പൊക്കോ. കടം ഞാൻ വീട്ടുമല്ലോ. എത്ര നല്ല ആലോചനകൾ വന്നതാ ദൈവമേ എനിക്ക്. എന്നിട്ട് എത്തിപ്പെട്ടതോ ഇതുപോലത്തെ ഒരു കിഴങ്ങന്റെ അടുത്ത്. എന്റെ വിധി എന്നല്ലാണ്ട് എന്നാ പറയാ? കോടീശ്വരന്മാരാ വന്നേ, കോടീശ്വരന്മാര്. 9 മണിയാകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഇവിടുത്തെ പണിയെല്ലാം തീർത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ നേരായ വഴിക്ക് പോകാനാവുക. കാണുന്നിടത്തെല്ലാം കടം വാങ്ങിയിട്ട് ഇപ്പൊ ഏതെങ്കിലും ഇടവഴി ഉണ്ടെങ്കിൽ അതിലൂടെയാ ഞാൻ പോക്ക്. അമ്മോ, അത് മാത്ര. ആരെങ്കിലും ഒന്ന് നേരെ നോക്കി ചിരിച്ചാ വിചാരിക്കും ഇയാള് പൈസ വാങ്ങിയിട്ട് കടം തിരിച്ചു ചോദിക്കാൻ വേണ്ടി വരുന്നതാണ്. അതാ ഇപ്പത്തെ എന്റെ അവസ്ഥ. ഇന്ന് പണിക്ക് പോകുന്നുണ്ടോ? ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോണ്ടല്ലേ നിങ്ങൾക്ക് മേലെ പോയി കിടന്ന് നല്ലോണം ഉറങ്ങാനല്ലേ. ഇത്രയും നാണം കെട്ട മനുഷ്യൻ. പിന്നെ ഉറക്കത്തിന്റെ ഇടയില് അഥവാ വിശക്കൂലേ, അന്നേരം പിന്നെയും താഴെ ഇറങ്ങി വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ നല്ലോണം ചോറും കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നല്ലോണം വെട്ടി വിഴുങ്ങി വയറ് നിറച്ചിട്ട് പോയി കിടന്നു കേട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്തായാലും ജോലിക്ക് വേണം. 4 നേരം തന്റെ വായിലേക്ക് കയറ്റി തരണ്ടേ? അതുകൊണ്ട് ഞാൻ പോകുന്ന. അത്ര പറഞ്ഞിട്ട് നാണമില്ലാത്തൊരു മനുഷ്യൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ഉളുപ്പ് വേണ്ട, ഉളുപ്പ്. ഞാൻ വല്ലാണ്ട് ചീത്ത പറഞ്ഞല്ലോ. ഇത്രയും പറയണ്ടായിരുന്നു. ആ രാവിലെ തന്നെ ആ ദാമോദരൻ ചേട്ടൻ വിളിച്ച അതിനെല്ലാം കാരണം. ഞാൻ വല്ലാണ്ട് പറഞ്ഞു ആ ദേഷ്യത്തിന്. ഇത്രയും പറയണ്ടായിരുന്നു. ഒന്നുമല്ലല്ലോ എൻ്റെ കഴുത്തെ താലി കിട്ടിയ ആളല്ലേ. ഇനി ഞാൻ പറഞ്ഞ ദേഷ്യത്തിന് കാലക്കേടിന് എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ തന്നെ സഹിക്കേണ്ട വരും. അത് കാണുന്നില്ലല്ലോ. കുറച്ചു ബോധവും വിവരമുള്ളവരല്ലേ ആ രീതിയിലെല്ലാം ചിന്തിക്കുള്ളൂ. അതിനും കൊള്ളൂലല്ലോ. എന്റെ ഒരു വിധി. കഷ്ടമുണ്ട്. ഹലോ, ആ പ്രജീഷ് എന്ന് പറയുന്ന ആളെ വീടല്ലേ ഇത്? ആ പ്രജീഷ് എന്ന് പറയുന്ന ആളുടെ വീട് തന്നെയാ. ദൈവമേ, നിങ്ങൾക്കും പൈസ തരാനുണ്ട് അയാള്? ഇത്രയും നാളായിട്ട് ആണുങ്ങളുടെ കയ്യിൽ നിന്നാ പൈസ വാങ്ങലുണ്ടായിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങലുണ്ടാ? എന്റെ ദൈവം, ഞാൻ എന്താ ചെയ്യും? എത്ര രൂപ തരാനുള്ളേ? ഇല്ല, എൻ്റെ അടുത്തൊന്നും പൈസയൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ പൈസക്ക് വേണ്ടി വന്നതുമല്ല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പൈസക്ക് വന്നല്ലായിരുന്നു. കേറി കേട്ടോ. അങ്ങനെ അന്വേഷിച്ച് എല്ലാരും പൈസക്കാ വരുത്ത്. ഞാൻ അതാ ചോദിച്ചേ. വാ ഇരിക്കും. എന്തായിരുന്നു? പ്രജീഷ് ആയിരുന്നില്ല ഇവിടെ? ആ പ്രജീഷ് ആയിരുന്നുണ്ട്. എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? ഞാൻ ഇങ്ങനെ റാണി ഡോക്ടറെ അസിസ്റ്റന്റാ. ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് വരുന്നതാ. എന്തിന്? ഇവര് റാണി ഡോക്ടറെ പേഷ്യന്റാ. ഇപ്പൊ 3 മാസമായി അങ്ങോട്ടൊന്നും കാണാത്തത്. ചെക്കപ്പിനൊന്നും വരുത്തില്ല. അതിന് പ്രജീഷ് ആയിരുന്നു അസുഖം? അപ്പൊ നിങ്ങളൊന്നും അറിയല്ല? ഇല്ല. പ്രജീഷ് ഇപ്പൊ 1 വർഷമായിട്ട് റാണി ഡോക്ടറെ ട്രീറ്റ്മെന്റ് ഇല്ലല്ലേ. ആളൊരു ഹാർട്ട് പേഷ്യന്റാ. ഇപ്പൊ 3 മാസമായി ചെക്കപ്പിനൊന്നും അങ്ങോട്ട് വരാത്തത്. അടുത്ത മാസം ഓപ്പറേഷന്റെ ഡേറ്റ് കൊടുത്തതാ. അപ്പൊ അങ്ങോട്ടൊന്നും കാണാത്തത് കൊണ്ട് ഡോക്ടർ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വിട്ടതാ എന്നെ. ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയി. പറ്റുമെങ്കിൽ നാളെ തന്നെ പ്രജീഷിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടർ ഒന്ന് കാണണം കേട്ടാ. അല്ലെങ്കിൽ പ്രശ്നം കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഡോക്ടർ എന്തായാലും നാളെ തന്നെ വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ ഇന്ന് തന്നെ ഇങ്ങോട്ട് വിട്ടത്. നാളെ തന്നെ വേണം. എന്നാ അപ്പൊ ശരി, ഞാൻ പോട്ടെ. പ്രജീഷ് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇത് ചെയ്യുന്നേ?
ശരി. അപ്പൊ ഇത്ര നാളും ഇന്നല്ലേ പറഞ്ഞു ഞാൻ ഒരു പണി എടുക്കുന്നില്ല ഇപ്പൊ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ലേ? ഇത്രയും വലിയ അസുഖം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ എന്നോട് പറയാണ്ടിരുന്നത് പ്രതീക്ഷേട്ടാ? എന്താ സുഖകാരോട്? അതല്ലേ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്താ പറയാണ്ടിരുന്നത്? ഇതെല്ലാം പറയണ്ടേ? നിങ്ങൾ എന്താ ഒരു വർഷമായില്ലേ നിങ്ങൾക്ക് അസുഖം തുടങ്ങിയിട്ട്? എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരുണ്ട്? ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇങ്ങനല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് എനിക്ക് ചെലവാക്കാൻ എന്റെ അടുത്ത് ഇതിനും കൂടി ചെലവാക്കാനുള്ള പൈസ എന്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതെങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചേ. എല്ലാ കാര്യം ചെയ്യുന്ന എനിക്ക് പിന്നെ ഈ നിങ്ങളുടെ ഈ അസുഖത്തിന്റെ ചെയ്യാൻ പറ്റാത്ത ഇപ്പൊ അവിടുത്തെ റാണി ഡോക്ടറിന്റെ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരാ പറഞ്ഞത് നിങ്ങൾ 3 മാസമായിട്ട് പോയിട്ടില്ല, അടുത്ത മാസം ഓപ്പറേഷന്റെ ഡേറ്റാ, അന്നേരം ഇങ്ങനെ ലീവാക്കാൻ പാടുണ്ടാ കാണിക്കാണ്ട്? നമുക്ക് ആദ്യം അതല്ലേ ഒരുപാട് പൈസ വേണം. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. ഒരുപാട് പൈസ, എന്തെല്ലാം പൈസ അങ്ങനെ പോകുന്നു. അപ്പൊ അസുഖത്തിന്റെ അല്ലേ ആദ്യം നമുക്ക് കാണിക്കണ്ടേ? അതല്ലേ ആദ്യം ചെലവാക്കണ്ടേ? നിങ്ങൾ എന്നാലും എന്നോട് ഇങ്ങനെ മറച്ചു വെക്കാൻ പാടുണ്ടായിരുന്നോ?